മെഷീന്റെ ഡ്യൂറബിലിറ്റി ഒക്കെ ഒരു 5 വർഷം മാക്സിമം, 4 വർഷം 5 വർഷം. അപ്പൊ 4 വർഷം 5 വർഷം കഴിഞ്ഞ് നമ്മൾ റീഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം മെഷീൻ. ലൈറ്റ് വെയിറ്റ് മെഷീൻസ് ഒരു ഇൻഡിവിജ്വൽ, ഒരു പ്രൊപ്പറേറ്ററി ഒരു സ്ഥാപനം നടത്തുന്ന ഒരു വ്യക്തിക്ക് ആരും ഡിപ്പെൻഡ് ചെയ്യണം. ഞാൻ തന്നെ രാവിലെ കയറി ജോലി ചെയ്ത്, ഞാൻ തന്നെ അയൺ ചെയ്ത്, ഞാൻ തന്നെ വാഷ് ചെയ്ത് കൊടുക്കുന്ന ഒരാൾക്ക് അത് ബേസ് ചെയ്തിട്ട് ചെറിയ ഇൻവെസ്റ്റ്മെന്റ് നടത്തി പോകാം. അടുത്ത ലെവലിൽ വരുമ്പോൾ നമുക്ക് നോക്കാമെന്നുള്ളത് മാത്രമാണ് ആ കാറ്റഗറി. രണ്ടാമത് ഇന്ത്യൻ ബ്രാൻഡിൽ നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ ലോൺമാർക്ക് അടക്കമുള്ള നമ്മുടെ ബ്രാൻഡുകൾ നിങ്ങൾ വയ്ക്കേണ്ടത് ഒരു ഇൻഡസ്ട്രിയൽ ഹെവി ഡ്യൂട്ടി ഇന്ത്യൻ മെഷീൻസ്. അപ്പൊ മറ്റേ മെഷീൻ നമുക്ക് ഏകദേശം വാഷും സ്പിന്നും ഡ്രയറൊക്കെ കൂടി ഒരു 2,50,000 മുതൽ 3,50,000 രൂപ റേഞ്ചിൽ ഒരു 10-15 കിലോ വരുമ്പോൾ ഈ കാറ്റഗറികളെല്ലാം നിങ്ങൾക്ക് ഒരു 6 മുതൽ 7 ലക്ഷം രൂപ വരെയും കാറ്റഗറിയിൽ വരും. അടുത്തത് മൂന്നാമത്തെ കാറ്റഗറി ഇന്റർനാഷണൽ ബ്രാൻഡുകൾ, ലൈക് സ്പീഡ് ടു, നിപ്സോ, യൂണിമാക് എന്നൊക്കെ പറഞ്ഞ ബ്രാൻഡുകൾ. ഇതിന്റെ കാറ്റഗറി ഇതേ 15 കിലോ ഒരു 9 ലക്ഷം മുതൽ 12 ലക്ഷം രൂപ വരെ കാറ്റഗറിയിൽ വരും. ഏറ്റവും അവസാനത്തെ ചൈനീസ് എന്ന് പറഞ്ഞതും ലോക്കൽ ഇന്ത്യൻ പ്രൊഡക്റ്റും ഞങ്ങളുടെ തന്നെ ക്രിസ്റ്റൽ എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ വരും. ചൈനയുടെ പ്രൈസ് ഇന്ത്യയുടെ തന്നെ നമ്മുടെ ക്രിസ്റ്റലും ഈക്വലി ഈസി. ഇപ്പൊ ഞാൻ എപ്പോഴും ലോണ്ട്രിയുടെ മെഷീന്റെ ഡ്യൂറബിലിറ്റി ഒരു വലിയ ഘടകമാണ് ലോണ്ട്രിയിൽ. കാരണം എന്താ, അല്ലെങ്കിൽ നമ്മുടെ മെഷീൻ കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ പിന്നെ മെഷീന്റെ പൈസ കണ്ടെത്തി റീഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം. എപ്പോഴും ലോണ്ട്രിയുടെ സക്സസ് 1:3:6:24 എന്നാണ് ഞാൻ എന്റെ ഒരു തമ്പിടുന്നത്. 1 എന്ന് പറഞ്ഞാൽ എന്താ,